നാളൊരു ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് ആ സ്വർണ്ണമോ അല്ലെങ്കിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ബിസിനസ്സിൽ എത്രയാണോ ആ പൈസ കൊടുക്കണം അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പിൻ്റെ റൈറ്റ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും പറയും നമ്മുടെ എല്ലാവരും അവർക്കാണെന്നൊക്കെ പറയും, എന്നിരുന്നാലും ലീഗലി അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ്സാണെന്ന്. പക്ഷേ ചിലപ്പോൾ ഒരു സ്ത്രീയുടെ 50 എത്രയെങ്കിലും പാവം വിറ്റിട്ടായിരിക്കും തുടങ്ങിയത്. അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ആ കുട്ടിക്ക് അതിൻ്റെ പകുതി പാർട്ട്ണർഷിപ്പിൽ റൈറ്റ് ഉണ്ട്. കറക്റ്റ്. കാരണം അന്ന് ആ 50 പവനിൽ ചിലപ്പോൾ ആ ബിസിനസിനെ പറ്റി ആലോചിക്കാൻ പോലും ആ പയ്യന് പറ്റില്ലായിരിക്കും. ആദ്യമേ തൊട്ട് കുട്ടിക്ക് പൈസ മാനേജ് ചെയ്യാനുള്ള പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണോ സ്വത്ത് കിട്ടുന്നത് അത് അവരുടെ പേരിൽ തന്നെ വെക്കാം. ഇത് അവരുടെ ബാങ്കിൽ തന്നെ ആയിരിക്കണം പൈസ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഇവൻ സ്വർണ്ണം ഒഴിക്കുകയാണെങ്കിൽ അവർ ലോക്കറിൽ വയ്ക്കണമെങ്കിൽ ലോക്കർ അവരുടെ പേരിലായിരിക്കണം. എന്നിട്ട് ആ ലോക്കറിന്റെ ഫുൾ കീയും കാര്യങ്ങളും ഈ കുട്ടിക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇൻ കേസ് സ്വർണ്ണം വല്ല ലോൺ എടുക്കാനോ ഇതിനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എൻഷുർ ചെയ്യുക ആ പൈസ എന്തിനു വേണ്ടിയിട്ടാണ് പോണത്. അതിൽ ഇപ്പം അത് വെച്ചിട്ടൊരു ഭൂമി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ഇവർക്ക് അധികാരം വേണം. വാങ്ങേണ്ട തമ്മിൽ എല്ലാ സ്നേഹം ഒരിക്കലും എല്ലായിടത്തും, പക്ഷെ കിട്ടുന്ന ടൈമിൽ ആ സ്നേഹമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് പോകുന്നേ. ഇപ്പൊ നല്ല സ്നേഹത്തോടുള്ള വിവാഹ ജീവിതമാണ് എല്ലാം നന്നായിട്ട് പോകുന്നു. എങ്ങാനും കഷ്ടകാലത്തിന് ഒരു ടൈമിൽ ഒരു ഡിവോഴ്സോ തല്ലുകൊടുത്തോ വല്ലതും ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരരുത്.